ശ്രീമതി നുസുജഹാൻ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ അത്രത്തോളം ക്രൂരത, കൊടിയ ആചാര ലംഘനങ്ങൾ തന്നെയാണ് ഈ ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങളും ഒരു ഭാഗത്ത് നിർബാധം തുടരുകയാണ്. ഇവിടെ താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു വിശ്വാസ പ്രമാണങ്ങൾ പിന്തുടരുന്ന ഒരു സമൂഹമായിരുന്നു, ഒരു കൂട്ടരായിരുന്നു. പക്ഷേ അവിടേക്കാണ് ഇത്തരത്തിലുള്ള ക്രൂരത. ഷാഹുൽ ഹമീദ് എന്നുള്ള സ്വയം പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ അനുചാരകർ നടത്തുന്ന ഈ ക്രൂരത ഓരോ ആൾക്കാരും ഇങ്ങനെ തുറന്നു പറയുകയാണ്. ഈ സംഘടനയിൽ നിന്നും പുറത്തു പോയവർക്ക് അനുഭവിക്കേണ്ടി വരുന്നത് അത്രത്തോളം ക്രൂരതയാണ്. എവിടെയാണ് ചില ആൾക്കാർ നുഴഞ്ഞു കയറിയത്? ആ വിശ്വാസം അത്രത്തോളം ഭയാനകമല്ലാത്ത, അത്രത്തോളം പോറലേൽപ്പിക്കാത്ത അവരുടേതായ വിശ്വാസങ്ങളുടെ മേൽ ആരാണ് കടന്നു കയറിയത്? എവിടെയാണ് ഈ നിഗൂഢത ഉടലെടുത്തത്? അതെ, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. കാരണം ഷാഹുൽ ഹമീദ് ഇപ്പൊ ഈ പുതിയതായിട്ടുള്ള ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പോലുള്ള സംഘടനകളുടെ ഒരു വക്താവാണോ? അവരിൽ ആരെങ്കിലും ഇപ്പൊ ഈ മതം സ്വീകരിച്ചു വരുന്നവരാണല്ലോ പുറത്തുനിന്ന്. ഇപ്പൊ അത് ജമാഅത്തുനിന്ന് വരാം, മുജാഹിദിന്ന് വരാം, ഏതെന്ന് വേണമെങ്കിലും വരാം അങ്ങോട്ടേക്ക്, സുന്നി. അപ്പൊ ഇവരെ സ്വീകരിക്കുന്ന ആൾക്ക് ഇവരാണ്, പ്രവാചകനാണ് എല്ലാം. ദൈവം എന്ന് പറയുന്നത് പോലും ആ പ്രവാചകനിലൂടെയാണ് ബാക്കിയെല്ലാം കാരണം. അതുകൊണ്ടാണല്ലോ അവര് ഹജ്ജിന് പോവാത്തത്. അപ്പൊ ഹജ്ജിന് പോവില്ല, നിസ്കരിക്കില്ല ഒക്കെ ചെയ്യണ ഒരു മതത്തിന്റെ മേലെ ചട്ടക്കൂട് ഉണ്ടാക്കുക പറയുമ്പോ അത് തീർച്ചയായിട്ടും ഒരു താലിബാനിസം. അപ്പൊ ആ താലിബാനിസത്തിന്റെ സ്റ്റൈലുള്ള അപ്പൊ നമ്മൾ കാണുന്നു, നമ്മൾ ഈ ഭാരതത്തിന്റെ ചുറ്റുമുള്ള രാജ്യങ്ങളില് ബംഗ്ലാദേശ്, അഫ്ഗാനിലൊക്കെ പെൺകുട്ടികളെ അവിടെ കാണണ്ടേ നിങ്ങള്? അവിടുന്ന് റെഫ്യൂജി ആയിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന പെൺകുട്ടികളുണ്ട്. എത്ര ലിബറൽ ആയിട്ടുള്ള ജീവിച്ച മുസ്ലിങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഈ കാണുന്ന എല്ലാ സ്ഥലത്തും അങ്ങനെയായിരുന്നു. അവിടെയൊക്കെ ഇവര് വന്നുകൂടിയാണ്, ഈ റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് വന്നുകൂടിയാണ് ഇതിനൊക്കെ വന്നത്. അതിങ്ങനെ ചെറുതായിട്ട് തിളർത്ത് വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ. പിന്നെ ഇവരെ ഒരു സ്വഭാവത്തിൽ ഞാൻ ഒരു കാര്യം കൂടി അറിയാം എനിക്ക് ഇവരെ. കാരണം പലർക്കും അല്ല, ആർക്കും ഇവരെ പറ്റി കൂടുതൽ അറിയില്ല. ഇവര് സംസാരിക്കുന്നത് പോലും ചെവിയിലായിരുന്നു സംസാരിക്കുക. നമ്മളെ പോലെ ഇങ്ങനെ ഉറക്കെ സംസാരിച്ച ഇവരെ മതത്തിന് എതിരാണ്. കാരണം പ്രപഞ്ചത്തിനെ നോവിക്കരുത് ശബ്ദത്തിൽ കൂടി എന്ന് പറഞ്ഞ ഒരു കൂട്ടരെ ഇടയിൽ അവര് പഠിക്കാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല, പെൺകുട്ടികളെ ആൺകുട്ടികളെ ഒരു പ്രശ്നമില്ല, ഒരു പാർട്ടിയൊക്കെ ചെയ്യണ അടിപൊളിയായിട്ട് വൈബിൽ ജീവിച്ച ആൾക്കാരായിരുന്നു. അതുകൊണ്ടായിരുന്നു പലരും അതിലേക്ക് ആകർഷിച്ചിട്ട് മതത്തിന് ബുദ്ധിമുട്ടിയവരായിരുന്നു അതിലേക്ക് ചേർന്നത്. കുടുംബമല്ലാത്ത, ആ കുടുംബത്തിലല്ലാത്ത ഒരു കുടുംബം ഒന്നായിട്ടാ ചേരുന്നത്. അതുകൊണ്ട് അതിന് കുറേ ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഒരു സംഗതിയിൽ വന്നു കൂടുമ്പോ നാളെ ഇത് മറ്റൊരു ഉപയോഗപ്പെടുത്തു. കേരളത്തിൽ മാത്രമാണ് ഇങ്ങനത്തെ കുറേ സംഗതികൾ ഇസ്ലാമികമായിട്ട്. കാരണം കശ്മീരിന്റെ കാലം കഴിഞ്ഞിട്ട് ഇപ്പൊ കശ്മീരിൽ നിന്ന് അങ്ങോട്ട് പോയിട്ട് പിന്നെ ആ കേരളത്തിന്റെ തീരത്തിലേക്കാണ് നമുക്ക് ഇത് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അറേബ്യൻ പണങ്ങൾ ഒഴുകിയിരിക്കുന്ന ഇവർക്കൊക്കെ നല്ല ഫണ്ട് വരുന്നുണ്ട്. അതാണ് ഇതിന്റെ എല്ലാം പിന്നില്. അതാണ് കേന്ദ്രവും കേരളവും. ഇപ്പൊ അതിന് തെറ്റായിട്ടുള്ള ഒരു സംഘടന മാത്രമാണ് രജിസ്റ്റേർഡ് ഒരു ട്രസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത സംഘടനക്ക് ഇത്ര അധികം ഫണ്ടുകളും കാര്യങ്ങളും ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്നത്. ഇപ്പൊ ഇവരുടെ പണ്ട് അവരുടെ കൂട്ടത്തിലുള്ളവരൊന്ന് ജോലി ചെയ്തു ഒക്കെ കിട്ടിയ ഫണ്ടുകളാണ് അവർക്ക് കിട്ടിയത്. ഇപ്പൊ ഈ വരുന്നതിന്റെ കാര്യം കൊണ്ടാവും ഇവർ ഇത്രയും ധാർഷ്ട്യം കാണിച്ച് അവരെ അടിച്ചമർത്തുന്നത്. അപ്പൊ ഈ അടിച്ചമർത്തലും ഇതും ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടര് ഇപ്പൊ 40% ഈ കേരളത്തിലെ ഇസ്ലാമിനെ എടുത്താൽ 40% താലിബാനിസം ഇഷ്ടപ്പെടുന്നതാണ്. അവര് തലയിലൊന്നും ഇടലുണ്ടായിരുന്നില്ല, തട്ടൊന്നും ഉണ്ടായിട്ടേ ഇല്ല ഈ തരീക്കത്തുകാർക്ക്. ഇന്നിപ്പോ അവരെ മൂടി വെച്ചാണ് അവര് ഇറങ്ങുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് അത് ഭയങ്കര അതിശയം തോന്നുകയാണ് ഇങ്ങനെ വരുന്നത്. അപ്പൊ ഇത്രയും ലിബറലായ ഒരു സംഗതിനെയും കൂടെ ഇവരെ ഈ 40% റാഡിക്കലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന ആരാണ് പിന്നിൽ എന്ന് ശരിക്കും ഇത് പോലീസ് തന്നെ അന്വേഷിക്കണം. കാരണം നമ്മളൊരു ചെറിയ ഇതിലിപ്പോ ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ച പോലെ ബംഗാളിൽ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടുന്ന് വന്ന കുറച്ച് ആൾക്കാര് ഇപ്പൊ ഇതേപോലെ പറയണ. ഇപ്പൊ ഇന്നലെ ഒരു ഇതില് ഒരു ഇംഗ്ലീഷ് ന്യൂസിൽ വായിച്ചു, കേരളത്തിൽ എത്രയോ പേര് ബംഗ്ലാദേശികൾ വന്ന് ബംഗാളികളാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിൽ പലരുടെ ഒക്കെ മുസ്ലിംസ്. അതിൽ നിങ്ങൾക്കൊരു ഹിന്ദുവിനെ കാണാൻ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് ഇസ്ലാമിക രാജ്യത്ത് സുഖമാണെന്ന് വിശ്വസിച്ച് അത് മിനിറ്റിന് ഇവര് പറയും ഇത് സംഘികളെ നാടാണ്, ഇവിടെ അതില്ല ഇതില്ല. എന്തുകൊണ്ട് ഇവർ ആ നാടിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന വേലി കടന്ന് ഇവിടുത്തെ ആധാർ കാർഡ് ഉണ്ടാക്കുന്നത്?
അപ്പൊ അവർക്ക് അവിടെ സുഖമില്ലാണ്ടല്ലേ. അപ്പൊ അതുമല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ ഒരു ഭയങ്കര സാഡിസാണ് വർക്ക് ചെയ്യണത്. ഇവർക്ക് ആർക്കും ഈ ലോകത്ത് സുഖമായി ജീവിക്കാൻ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവരാരും ഇപ്പൊ ഈ ലോകത്ത് സുഖമായി ജീവിച്ചിട്ട് മരിക്കാനല്ല വിചാരിക്കണേ. ഈ ലോകം വൃത്തികേടാക്കിയിട്ട് പോയി മരിച്ചു കഴിഞ്ഞിട്ട് ചെല്ലുന്ന ഹൂർലിങ്ങളെയും ആ സ്വർഗത്തിനെ ആലോചിച്ച് മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാരാ. ആ കൂട്ടത്തിൽ പുത്തൻ വീട്ടുകാരും പെട്ടെന്ന് നമ്മള് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഈ ഒരു ന്യൂസുകൾ 2 ദിവസമായിട്ട് പലതിലും വന്നു. പക്ഷെ ആരും ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. കാരണം ചർച്ച നടത്താൻ മുസ്ലിങ്ങൾ, അപ്പൊ അത് മതേതരാണ് അവിടെ. ഇതിപ്പോ ഒരു ഹിന്ദുവിന്റെയോ ക്രിസ്ത്യാനിന്റെയോ ആണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ചർച്ച എടുത്തു. അപ്പൊ ഇതിപ്പോ ഇതായിട്ട് നമ്മളെ മുസ്ലിങ്ങളെ വേദനിപ്പിക്കേണ്ട, അത് മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നതാണ്. സാധാരണ മുസ്ലിങ്ങൾ എത്രയോ ഉണ്ട് കേരളത്തില്, മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവര്. അവരെ വേദനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇതിനൊന്നും പറ്റിയിട്ട് മതേതരം പറഞ്ഞ് മാറിയിരിക്കും. ഇപ്പൊ നോക്കിക്ക് എല്ലാരും ഒന്നാവും. നാളെ ജനൻ ടിവിന്റെ എതിരെ വാർത്ത വരും ഇത് ചെയ്തതിന്.